നമസ്കാരം. ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അല്ലേ? ഇത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് നിരണം എന്ന മനോഹരമായ നാട്ടിലാണ് കേട്ടോ. നിരണത്ത് കണ്ണശ സ്മാരകത്തിന് തൊട്ട് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ണശന്മാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മലയാള സാഹിത്യ ചരിത്രത്തിൽ വലിയൊരു പങ്ക്, അതിൻ്റെ ഉന്നമനത്തിന് വലിയൊരു പങ്ക് വഹിച്ചവരാണ് കണ്ണശന്മാർ. മഹാകവി ഉള്ളൂർ പറഞ്ഞിരിക്കുന്നത്, എഴുത്തച്ഛൻ എഴുത്തിൻ്റെ അച്ഛനാണെങ്കിൽ കണ്ണശന്മാർ മുത്തച്ഛന്മാരാണ്, എഴുത്തച്ഛനും വഴികാട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ കണ്ണശന്മാരെ കുറിച്ച് അടുത്തറിയാം. അപ്പോൾ കണ്ണശൻ പറമ്പിലേക്ക് നമ്മൾ പോവുകയാണ്. വരും. മലയാള ഭാഷയുടെ വികാസ പരിണാമത്തിൻ്റെ സുപ്രധാനങ്ങളായ നാഴികക്കല്ലുകളാണ് കണ്ണശന്മാർ അഥവാ നിരണം കവികൾ. 14-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് കണ്ണശന്മാർ നിരണത്ത് ജീവിച്ചിരുന്നത് എന്നാണ് അനുമാനിക്കുന്നത്. കണ്ണശ രാമായണത്തിൻ്റെ ഉത്തരരാമായണത്തിൽ ഭാഗത്ത് ഉള്ള 3 പാട്ടുകളിലൂടെയാണ് കണ്ണശന്മാരുടെ വംശാവലിയെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ പാട്ടുകളിലൂടെ വെളിപ്പെടുന്നതനുസരിച്ച് നിരണത്ത് മഹനീയനായ ഒരു കരുണേശൻ എന്ന് പറയുന്ന ഉഭയകവീശ്വരൻ ജീവിച്ചിരുന്നു എന്നും ആ കരുണേശന് 2 ആൺമക്കളും 3 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത് എന്നുമാണ് കരുതുന്നത്. ഈ ആൺമക്കളിൽ ശങ്കരൻ എന്ന് പറയുന്നയാൾ ഭാരതമാല എന്ന് പറയുന്ന കൃതിയുടെ കർത്താവായി കരുതപ്പെടുന്നു. മാധവൻ ഭാഷാ ഭഗവത്ഗീതയുടെ കർത്താവായാണ് കരുതപ്പെടുന്നത്. പെൺമക്കളിൽ ഏറ്റവും ഇളയ മകളുടെ മകനാണ് നിരണം കവികളിലെ പ്രഖ്യാതനായ രാമപ്പണിക്കർ. അദ്ദേഹത്തിൻ്റെതാണ് കണ്ണശ രാമായണം എന്ന് പറയുന്നത്. കേട്ടാൽ തമിഴെന്ന് തോന്നിക്കുന്ന പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പതിവ് രീതികൾ വിട്ട് പുതിയ ഒരു ഭാഷാ സമ്പ്രദായവും പുതിയ ഒരു ലിപി സമ്പ്രദായവും പുതിയ ഒരു കാവ്യ സമ്പ്രദായവും കൊണ്ടുവന്നവരാണ് കണ്ണശന്മാർ. തീർച്ചയായും ഈ കണ്ണശന്മാരുടെ കൃതികൾക്ക് അതിൻ്റേതായ പ്രത്യേകതകൾ ഒക്കെയുണ്ട്. തമിഴിൻ്റെ നിന്നും വ്യത്യസ്തമായി 3 ഭാഷകളുണ്ട്. തമിഴ്, സംസ്കൃതം, മലയാളം. ഇവ 3 കലരുന്ന അസാമാന്യമായ സൗന്ദര്യമുള്ള ഒരു ഭാഷയാണ് കണ്ണശന്മാരുടേത്. രാമപ്പണിക്കരുടെ പ്രധാനമായ 2 കൃതികളിൽ ഒന്ന് രാമായണവും മറ്റൊന്ന് ശിവരാത്രി മാഹാത്മ്യവുമാണ്. ശിവരാത്രി മാഹാത്മ്യത്തിൽ രാമപ്പണിക്കർ തൻ്റെ വാസസ്ഥലത്തെപ്പറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് നിരണത്ത് കപാലീശ്വരമാർ നിടന്ന പശുപതി തന്നെ അരുളാലെ ചെയ്താനേവം ഭാഷയിനാലെ എന്നാണ് രാമപ്പണിക്കർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിരണം എന്ന് പറയുന്ന പ്രദേശത്താണ്. അതുപോലെ തന്നെ രാമായണത്തിലെ ഉത്തരരാമായണത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഉള്ള പാട്ടുകളിലൂടെയാണ് ഇവരുടെ വംശാവലിയെപ്പറ്റി പ്രസ്താവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ പറയുന്നുണ്ട്, വാനുലകിന് സമമാകിയ നിരണമഹാദേശി വന്നുള്ളനായാൻ ഊനമില്ലാതെ ഉഭയകവീശ്വരൻ. ആ കവീശ്വരനാണ് ഞാൻ മുമ്പ് പറഞ്ഞ കരുണേശൻ എന്ന് പറയുന്നത്. 1,00,000-ൽ പരം പാട്ടുകളുള്ള രാമായണം ഏതാണ്ട് 24,000 ശീലുകളിലായി രാമപ്പണിക്കർ സംഗ്രഹിച്ചിരിക്കുകയാണ് എന്നുള്ളത്. വളരെ മനോഹരമായ ഒരു കൃതിയാണിത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആനന്ദാമൃത സാരമരൂപം അശേഷ ജഗത് പരിപൂർണവുമായി താൻ അന്തവും ആദിയുമില്ലാത ചരാചര ഭൂതനിധാന സ്വരൂപം അരുമാമറയിൻ മുതലായ ഒരു നാളും ദീനം വരാതൊരു പരാപര ദിവ്യാത്മാനാം വന്ദിക്കുന്നൻ എന്നുള്ള പരമാത്മവന്ദന ശ്ലോകത്തോടു കൂടിയാണ് കണ്ണശ രാമായണം ആരംഭിക്കുന്നത്. ശിവരാത്രി മഹാത്മ്യം എന്ന് പറയുന്നത് അന്യൂനമായ ഒരു കൃതിയാണ്. ഇത് രണ്ടുമാണ് രാമപ്പണിക്കരുടെ കൃതി. മാധവ പണിക്കരുടേത് ഭാഷാ ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത മലയാളത്തിലേക്ക് ആദ്യമായി തർജ്ജമ
ചെയ്തയാളാണ് മാധവ പണിക്കർ. അതിലും ഇതുപോലെ തന്നെയുള്ള ഒരു പരമാത്മ വന്ദനത്തോടു കൂടിയാണ് ഭാഷാ ഭഗവത്ഗീതയും ആരംഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ശങ്കരപ്പണിക്കരുടെ ഭാരതമാല, അതും മഹാഭാരതത്തെ സംഗ്രഹിച്ചിട്ട് ഉണ്ടുള്ള മനോഹരമായ ഒരു കൃതിയാണ്. ചുരുക്കം പറഞ്ഞാൽ കണ്ണശന്മാർ എന്ന് പറയുന്നത് ഈ സംഗ്രഹിക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും വിദഗ്ധന്മാരായ ആളുകളാണ് ഈ കണ്ണശന്മാർ എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു ഭാഷ, പുതിയൊരു ലിപി സമ്പ്രദായം, ഇതൊക്കെയാണ് കണ്ണശന്മാരുടെ സംഭാവനകൾ എന്ന് പറയുന്നത്. എഴുത്തച്ഛന് പോലും ഗുരുസ്ഥാനീയരായ കവികളായിരുന്നിട്ട് പോലും കണ്ണശന്മാർക്ക് വേണ്ടത്ര പ്രചാരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. ഒരു പക്ഷേ അവരുപയോഗിച്ച ഭാഷ ആയിരിക്കാം അതിന് കാരണം. കുറെ കൂടെ പിറകിലുള്ള ഒരു ഭാഷയാണ് മലയാള ഭാഷ. പരിണാമത്തിലൂടെ പരിണമിച്ച് ഇങ്ങനെ എഴുത്തച്ഛനിലെത്തുമ്പോഴാണ് ഭാഷയ്ക്കൊരു തെളിമയുണ്ടാകുന്നത്. അപ്പം അതിന് മുമ്പുള്ള ഒരു ഭാഷയായതുകൊണ്ട് ഭാഷാപരമായ പ്രത്യേകതകൾ ഈ കൃതികൾക്ക് പ്രചാരം സിദ്ധിക്കുന്നതിൽ തടസ്സമായി നിന്നിട്ടുണ്ടാവാം. കണ്ണശന്മാരുടെ കൃതികളിൽ പറയുന്നത് എന്താണ്? രാമായണത്തിൽ പറയുന്നത് മന്ദപ്രജ്ഞന്മാർക്കറിവിനായി മനുകുല തിലകനുടെ വൃത്താന്തം കേവലം ഇത് അന്ധൻ ഒട്ടായ പ്രകാരം ചൊന്നയൻ എന്നാണ്. അപ്പോൾ സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഈ കൃതികളെ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിന് ഉടമകളായിരുന്നു കണ്ണശന്മാർ എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ മനുഷ്യവാസം വന്ന ആദ്യ ഗ്രാമങ്ങളിൽ ഒന്ന് നിരണമാണ്. അപ്പോൾ ഈ നിരണം ഗ്രാമത്തിൻ്റെ പ്രത്യേകത, അന്ന് ഈ 14-ാം നൂറ്റാണ്ടിൽ നിരണത്ത് ശാല എന്ന് പറഞ്ഞൊരു സർവകലാശാല ഇവിടെ നിലനിന്നിരുന്നു. അപ്പോൾ നിരണത്ത് ശാലയിലെ അധ്യാപകരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവരാണ് കണ്ണശന്മാരെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ നിരണത്ത് ശാലയിൽ 3 ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് ശാലയിൽ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ പൂണൂർത്തറ, തൃക്കപാലീശ്വരം. അപ്പോൾ ഒരു ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള, അതായത് അറിവിൻ്റെ അതിദേവനായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഇവിടെ മഹാദേവനുള്ളത്. അപ്പോൾ കണ്ണശന്മാരുടെ കൃതികളിൽ കണ്ണശന്മാർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇത് നിരണത്ത് കപാലീശ്വര മാർദീടിന പശുപതി തന്നെ അരുളാലേ, ഞങ്ങൾ ഈ സാഹസത്തിന് മുതിരുകയാണ് എന്നാണ് പറയുന്നത്. കണ്ണശരാമായണത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ശിവരാത്രി മഹാത്മ്യം എഴുതിയിട്ടുണ്ട്. കണ്ണശന്മാരിൽ ഒരാളായിട്ടുള്ള ശിവരാത്രി മഹാത്മ്യം സമർപ്പിച്ചിരിക്കുന്നത് തൃക്കപാലീശ്വരത്തെ ദേവൻ. അപ്പോൾ തൃക്കപാലീശ്വരത്തെ ആ കാളയറയത്തും അതിൻ്റെ മുമ്പിലും ഇരുന്നിട്ടാണ് കണ്ണശന്മാർ ഈ കാവ്യം എഴുതുന്നത്, കണ്ണശരാമായണം എഴുതുന്നത്. അപ്പോൾ കണ്ണശരാമായണത്തിൻ്റെ പ്രത്യേകത മുമ്പ് പറഞ്ഞു കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു വിപ്ലവം ഇവിടെ സംഭവിച്ചു എന്നുള്ളത്, ഒരു സാഹിത്യ വിപ്ലവം എന്നുള്ളത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരിതാണ്. അവരുടെ ഉപാസനാമൂർത്തിയായിരുന്നു തൃക്കപാലീശ്വരൻ. അതായിരുന്നു അവരും ഇവരുമായിട്ടുള്ള ബന്ധം. ഞാൻ ഇതിന്റെ കേട്ടുകേൾവി മാത്രമാണ്. ഈ തൃക്കപാലീശ്വരം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ സൈഡിലുള്ള ആയിരുന്നു ഇവര് ജീവിച്ചിരുന്നുള്ള രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിനൊക്കെ അതിനകത്ത് കാവ്യത്തിൽ തന്നെ അവരത് പറയുന്നുണ്ട്. ചെമ്പട് ഇരുമ്പട് 50 ഇവിടെ ഒരു കളരിയുണ്ടായിരുന്നു. 50 തെക്ക് കിഴക്ക് ക്ഷേത്രത്തിന്റെ ഇത്ര ശരക്കോൽ മാറി. അപ്പോൾ ഏകദേശം നമ്മളിരിക്കുന്ന ഈ ഭൂമിയാണ് അവരുടെ വീട് നിന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ കരുണേശ്വരനും ഇവരെയൊക്കെ കുടുംബത്തോട് താമസിച്ചിരുന്നു. പിന്നെ ഐതിഹ്യങ്ങളാണുള്ളത്. ഐതിഹ്യങ്ങൾ തൃക്കപാലീശ്വരനും കണ്ണശന്മാരുമായിട്ടുള്ള ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ, കണ്ണശരാമപ്പണിക്കർ വളരെ വിശന്ന് വളരെ അവശനായിട്ട് തൃക്കപാലീശ്വരത്തെ കാളയറയത്തിന് സമീപം ഉറങ്ങിയിരുന്നെന്നും അവർക്കൊരു സന്യാസി വിളിച്ചിട്ട് ഒരു കദളിപ്പഴം അദ്ദേഹത്തിന് നൽകിയെന്നും അദ്ദേഹം ആ കദളിപ്പഴം ഭക്ഷിച്ചതിന് ശേഷം അതിൻ്റെ തൊലി അടുത്തുള്ള ഇഞ്ചക്കാട്ടിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് വലിയ നിലയിലുള്ള ഒരു ആനന്ദത്തോടു കൂടി കാവ്യ ഒരു അനുഗ്രഹം അതോടുകൂടി ലഭിച്ചത്. അതിന് മുമ്പ് തന്നെ കവികളായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു വലിയ അനുഭവം അദ്ദേഹത്തിൻ്റെ അനുദ്രവരോ സഹോദരങ്ങളായിട്ടുള്ള ശങ്കരപ്പണിക്കരോടും മാധവപ്പണിക്കരോടും പറഞ്ഞപ്പോൾ അവരോടി വന്ന് ഇഞ്ചക്കാട്ടിൽ നിന്ന് ഇത് ഭഗവാൻ നേരിട്ട് തന്ന അനുഗ്രഹമാണെന്ന് വെച്ചാൽ ഈ പഴത്തൊലി പങ്കിട്ട് കഴിച്ചതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശിവരാത്രി നാളിൽ ഇവിടെ ദേവതകൾ ഉപാസിക്കാൻ വരുന്നു എന്നൊരു വിശ്വാസം. അപ്പോൾ ശിവരാത്രി നാളിലൊരു കഥയുണ്ട്.
ശിവരാത്രി നാളിൽ ഈ കണ്ണശന്മാർ അവിടെ വെളുപ്പിന് കിടന്നുറങ്ങിയിരുന്നപ്പോൾ എഴുത്തച്ഛൻ ഇവരെ കാണാനായിട്ട് എത്തിയിരുന്നു. എഴുത്തച്ഛനെ ഇവരെ കാണാനായിട്ട് എത്തിയിരുന്നു. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചവിട്ടി നോക്കിയപ്പോൾ രാമപ്പണിക്കരെ ചവിട്ടിയപ്പോൾ രാമപ്പണിക്കർ എഴുന്നേറ്റ് എന്താ ചവിട്ടിയെന്ന് ചോദിച്ചു. അത് എന്താണെന്ന് നോക്കാനാണ് ചവിട്ടിയെന്ന് ചോദിച്ചു. അത് ചവിട്ടിയതൊക്കെ ഗുരുവാണെന്ന് കരുതിക്കോളാൻ പറഞ്ഞു. അപ്പം ഈ രാമപ്പണിക്കൊരു അടി കൊടുത്ത് കിട്ടിയതൊക്കെ ദക്ഷിണയായിട്ടും കരുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു നാടോടി കഥ പണ്ട് തൊട്ടേ അമ്മൂമ്മമാരിങ്ങനെ പറഞ്ഞ ഒരു കഥയും ഇതിനെക്കുറിച്ച്. പക്ഷേ അതിനകത്തെ ശരിക്കുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ആദിദ്രാവിഡ ഭാഷയും സംസ്കൃതവുമായി ആദ്യമായിട്ട് മിക്സ് ചെയ്ത ഒരു പുതിയ ഭാഷ ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ഭാഷയെ പിൻപറ്റിയാണ് എഴുത്തച്ഛൻ പിന്നീട് കുറച്ചും കൂടെ സംസ്കൃതം അതിലേക്ക് ലയിപ്പിച്ചിട്ടാണ് ഇപ്പോഴത്തെ മലയാള ഭാഷ ഉണ്ടായത്. അപ്പം എഴുത്തച്ഛൻ്റെ കാവ്യത്തിൽ അദ്ദേഹം സ്മരിക്കുന്ന രാമൻ ശ്രീരാമനല്ല, നേരിട്ട് രാമപ്പണിക്കരെയാണ്, രാമനാമ ആചാര്യനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്യമത്തിന് മുതിരുകയാണെന്ന് എഴുത്തച്ഛൻ പറയുന്നു. അത് ഉള്ളൂരിൻ്റെയും പുതുശ്ശേരി രാമേന്ദ്ര സാറിന് എല്ലാവർക്കും ആ അഭിപ്രായമാണുള്ളത്. ക്ഷേത്രം ഈ പറഞ്ഞ പോലെ 108 ശിവക്ഷേത്രങ്ങളിലൊന്നാണ്. ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ശിവനാണ്. അതുപോലെ തന്നെ അവിടുത്തെ നന്ദികേശൻ വളരെ സൗന്ദര്യമുള്ള നന്ദികേശനാണ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ശില്പ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഇത് കാണാൻ വരാറുണ്ട്. അനേകം പുസ്തകങ്ങളിൽ പറയുന്നു. അതിനു മുമ്പ് തന്നെ ഉണ്ണിനീരി സന്ദേശത്തിൽ തൃക്കവാലീശ്വര ക്ഷേത്രത്തിലേക്ക് പറയും. ഉണ്ണിനീരി സന്ദേശത്തിൻ്റെ സന്ദേശകാരൻ ഇങ്ങനെ കേരളത്തിൽ ഉടനീളം പിറവം വരെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഈ യാത്രകാരൻ ഈ സ്ഥലം പറയുമ്പോൾ ആ യാത്ര ചെയ്യുന്ന ആളോട് പറയും, തൃക്കവാലീശ്വരത്ത് ഇറങ്ങണ്ട, അതിൻ്റെ മുൻവശത്ത് നൃത്തവും പാട്ടും ഒക്കെ കണ്ട് നീ മതിമറന്ന മഹാലോകത്തിലും കൂടിപ്പോകും, അതുകൊണ്ട് നിൻ്റെ യാത്ര നടക്കില്ല, അതുകൊണ്ട് നീ തൃക്കവാലീശ്വരത്ത് ഇറങ്ങാതെ മറ്റ് സ്ഥലങ്ങളിൽ ഇറങ്ങി പോകാനായിട്ട് പറയുന്നു. അപ്പോൾ അത് ഉണ്ണിനീതി സന്ദേശത്തിലും അത്തരത്തിലുള്ളൊരു തൃക്കവാലീശ്വരത്തെക്കുറിച്ചുണ്ട്. പിന്നെ ഇവിടെ വളരെ പ്രത്യേകതയുള്ളത്, നമുക്കിപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ശിവലിംഗം പ്രത്യേകതയുള്ളതാണ്, പാതാളജ്ഞശിലയിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബലിക്കല്ലുകളിൽ സാധാരണ കുത്തിവെച്ചിരിക്കുന്നത് ഇവിടെ വിഗ്രഹമായിട്ടാണ് ഈ സപ്തമാതൃക്കളെ കുത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ ഇരട്ട നിലയാണ്. അത് ഈ ശൈലി ഒക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വളരെ ചുരുക്കം വടക്കോട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ട് ഈ ശൈലി കണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുമായിട്ടുള്ളൊരു ബന്ധം അതിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പിന്നെ ധാരാളം ആളുകൾ ഈ പറഞ്ഞ പോലെ വന്നിരുന്ന ഈ സർവകലാശാലയുമായി വന്നിരുന്ന ദൂരദേശങ്ങളിൽ വന്നിരുന്ന് താമസിച്ച് പഠിച്ചിരുന്നതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസും ഈ കണ്ണശ കൃതികളുടെയൊക്കെ താളിയോലകളൊക്കെ ലഭിച്ചിരിക്കുന്നതൊക്കെ തന്നെയും ഈ വടക്കുള്ള പല വീടുകളുടെ നിലവറയിൽ നിന്ന്. അന്നൊരു പക്ഷേ അല്ല, അന്ന് ഇതൊക്കെ 3 രാജ്യങ്ങളായിരുന്നു. ആ രാജ്യങ്ങൾ അതിർത്തി പോലും കടന്ന് വടക്കുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വീടുകളിൽ നിന്നാണ് ഈ കണ്ണശ രാമായണത്തിൻ്റെ ഏടുകളൊക്കെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ സൂക്ഷിക്കുന്നത് കിട്ടിയത്. കണ്ണശന്മാരെ കുറിച്ച് അടുത്ത് അറിഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട്. ഈ അറിവിൻ്റെ ഒരു വലിയ കാരണം കണ്ണശ സ്മാരക ട്രസ്റ്റാണ്. 1969 ട്രസ്റ്റിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്ന XMLA PG പുരുഷോത്തമപിള്ള അത് നിയമസഭയിൽ നിർണത്തെ കണ്ണശന്മാർക്ക് ഒരു സ്മാരകം പണിയണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു. പക്ഷെ ആ പ്രമേയം നിയമസഭ അംഗീകരിച്ചെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. 80-കൾ മുതൽ നിർണം പ്രദേശവാസികളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഓഗസ്റ്റ് 30 കണ്ണശ ദിനമായി ആചരിച്ചു. 81 ഒരു വലിയ ഘോഷയാത്രയായിട്ട് നിർണം നിവാസികളെ രാഷ്ട്രീയ വർഗീയ ഭേദമൊന്നുമില്ലാതെ ഈ കണ്ണശപ്പറമ്പിൽ വന്ന് ഒരു പുഷ്പാർച്ചന നടത്തി ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് പോവുകയും അവിടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K നായനാർ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിച്ചു. എഴുത്തച്ഛന് പോലും മാർഗദർശികളായിരുന്ന കണ്ണശന്മാർക്ക് സ്വന്തം നാട്ടിലൊരു സ്മാരകമില്ലാത്തതിൻ്റെ ആ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ ആ സമിതി മുഖ്യമന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയും അതേ വേദിയിൽ വെച്ച് തന്നെ ആ സ്കൂളിനെ ഗവൺമെൻറ് ഹൈസ്കൂളിനെ കണ്ണശ സ്മാരക ഹൈസ്കൂൾ എന്ന് മുഖ്യമന്ത്രി നാമകരണം ചെയ്യിച്ചു. തൊണ്ണൂറിലെ കണ്ണശ ദിനത്തിൽ ഇതൊരു ട്രസ്റ്റായി രൂപീകരിക്കണമെന്ന് പൊതുയോഗം തീരുമാനിക്കുകയും 91
ഇത് ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് കടനശപ്പറമ്പിൽ നമുക്ക് ഭൂമിയില്ല. ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോയ പ്രദേശങ്ങളാണ്. ഇവിടെ വളരെ ബുദ്ധിമുട്ടി ഒരു 2 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ ആചാര്യനായ EMS നമ്പൂതിരിപ്പാടിനെ കൊണ്ട് തറക്കല്ലിടുകയും ചെയ്തു. നിരണം കവികൾ എന്നറിയപ്പെടുന്ന കണ്ണശ കവികളെ കുറിച്ച് നമ്മളെല്ലാവരും അടുത്തറിഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് ഓരോ യാത്രയും നമുക്ക് പുതിയ പുതിയ അറിവാണ് തരുന്നത്. ശരി, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നത്തെ രുചി എന്താണ്? അപ്പോൾ ആ രുചിയിലേക്ക് പോകണ്ടേ, ആ രുചിച്ചറിയണ്ടേ? ശരി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഷിഫ്റ്റ് ദാറ്റ്. ഹലോ, ഹെറിറ്റേജ് ബൈറ്റ്സിൻ്റെ നമ്മൾ രുചി തേടിയുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ നിരണത്ത് ശങ്കരമംഗലം വീടലിൽ വീട്ടിലാണ്. എൻ്റെ കൂടെയുള്ളത് അന്നമാൻറ്റിയാണ്. കൊച്ചുമോളാൻറ്റി എന്ന് വിളിക്കും. അപ്പം അന്നമാൻറ്റി, ഇവിടെ എന്താണ് കൊച്ചുമോളാൻറ്റി എന്താണ് ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നമ്മുടെ കുമ്പളപ്പമാണ്. കുമ്പളപ്പം? അതെ, ചക്ക കൊണ്ടുണ്ടാക്കിയ കുമ്പളപ്പം. അത് വഴനയിലയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഓഹോ, ഈ വടന ഇല എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ? അതെ, വടന ഇല. നമ്മളിത് പല നാട്ടിലും പല പേരാണ് കേട്ടോ. കുമ്പളപ്പത്തിന് ആൻറ്റി ഇപ്പം ഇവിടെ മാവ് എളുപ്പത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയത് ഞങ്ങളോടൊന്ന് പറയണം. എങ്ങനെയാണ്? നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുക. അത് പുട്ടിൻ്റെ പൊടി മതി. പുട്ടിൻ്റെ പൊടിയാ? അതെ. അപ്പം പുട്ടിന് ഒറ്റ പൊടി മാത്രം മതി, അത്ര ഒത്തിരി പൊടി വേണ്ട. അതിനുശേഷം 1 കപ്പ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിയും വേണം. ഒന്നുകൂടെ ഒരു മയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലേ ഇത് തന്നെ ഏതെങ്കിലും ഒരു പൊടി വെച്ച് തന്നെയും വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് ഞാൻ രണ്ടും ചേർത്തിട്ടുണ്ട്. ഇതിൽ തേങ്ങ വേണം, നല്ലതായിട്ട് തേങ്ങ ചിരകി ഇട്ട് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ശർക്കര ഉണ്ട അല്ലെങ്കിൽ ശർക്കര വേണം ഇതിനകത്തിട്ട് കുഴച്ച്. ചുക്കുപൊടി, ജീരകം, ഏലക്ക ഇതെല്ലാം ചേർത്ത് ഇതിളക്കി ഉപ്പും ചേർത്ത് ഇളക്കിയാണ് ഇതിൻ്റെ. പഴം എന്താണ്? ചക്കയാണോ? ചക്കപ്പഴമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വരിക്കച്ചക്കയുണ്ട്, കൂഴച്ചക്കയുണ്ട്. ഇത് കൂഴച്ചക്കയായിരുന്നു. ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച്. ഏതാ ഏറ്റവും ടേസ്റ്റ്? വരിക്കച്ചക്കയാണോ കൂഴച്ചക്ക ഇട്ട് ചെയ്യുന്നതാണോ? കൂഴച്ചക്കയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ളത് അല്ലേ? എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാം. ഓക്കെ. കുമ്പിളയിൽ ഇങ്ങനെ നമ്മൾ എടുക്കുക. എടുത്ത ശേഷം അത് നമ്മൾ ഈ കുമ്പിള് പോലെ കുത്തുക. അതിന് ഈർക്കൽ വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല പുതിയ ഈർക്കൽ എടുത്ത് ഈർക്കലിങ്ങനെ കുത്തുക. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈർക്കലില്ലാതെ നമുക്കിത് ചെയ്യാം. ചിലയിടത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഉണ്ട്. ഈ ഇല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുമ്പിള് പോലെ കുത്തിയിട്ട് ഈ മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഇത് മടക്കി ഇങ്ങനെയും വെച്ച് അങ്ങനെയും ചെയ്യാം. മാവിനകത്തോട്ട് അതങ്ങ് ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ ഞാനിവിടെ ഈർക്കൽ കുത്തിയാണ് ഇതെടുക്കുന്നത്. നമ്മൾ ഇഡലി ചെമ്പിനകത്താണ് താഴെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഇഡലി ചെമ്പിനകത്തോട്ടാണ് ഇത് എടുത്ത് വെക്കാൻ പോണത്. ഈ വടന ഇലയിൽ അല്ലാതെ വേറെ ഏതിന്റെ ഇലയിലൊക്കെ? വാഴയിലും വെക്കാം. വാഴയിലും വെക്കാം അല്ലേ? വാഴയില വെച്ച് നമ്മളിത് അട പോലെ ഉണ്ടാക്കാം. അട പോലെ പറ്റുള്ളൂ, കുമ്പിള് കുത്താൻ പറ്റൂല. ചക്കപ്പഴത്തിന് വരെ വേറെ എന്ത് പഴങ്ങളൊക്കെ ഇടാൻ? ഏത്തക്ക ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഏത്തപ്പഴം. അതാകുമ്പോ പിന്നെ എപ്പോഴും കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, നല്ല പഴുത്ത ഏത്തപ്പഴം വേണം അതിന്. ഓ, പഴുത്ത ഏത്തപ്പഴം. ഇതിനെ അടച്ചു നോക്കാം. ഓക്കെ. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ. ചോളാൻറ്റി, അപ്പം ആയോ നമ്മുടെ
കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടോ? ഉണ്ട്. റെഡി ആയെന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ തുറക്കാൻ പോവാണ്. തുറക്കാൻ പോവാം. ആ, വാവ്, നല്ല നല്ല മണം. ആഹാ, നന്നായിട്ട് ഇലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ചിലപ്പോൾ അതിന്റെ എസെൻസ് കൂടെ അതിനകത്ത് ഇറങ്ങാം. അപ്പോഴാണല്ലോ ആ രുചി വരിക. അതിനു വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ എടുക്കാം. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിക്കാൻ പോവാണേ. എടുക്കാൻ പോവാ, ചൂടാറിയിട്ട് കഴിക്കാം. പറ്റും. ഓക്കെ, അപ്പോൾ ദേ നല്ല ചൂടാണ്, നല്ല ചൂടാണ്. ദേ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കൊച്ചുമകൾ ആൻറ്റിയുടെ. അപ്പം ഇറുക്കരി ഊരി ആ കുമ്പിൾ ഷേപ്പിൽ നമ്മുടെ കുമ്പളപ്പം വന്നിട്ടുണ്ട്. ഒരു മണം പ്രത്യേകത തന്നെയാണ് അല്ലേ? ഞാൻ കഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടി. ചൂട് കൈ കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ കഴിക്കുകയാണേ. കൈ ശുദ്ധമാണ്. ഒന്നും പറയാനില്ല. കണ്ണശവയുടെ പറഞ്ഞ ഒരു കാവ്യം പോലെയാണ്, കവിത പോലെയാണ്. മനോഹരമായിട്ട് ശങ്കരമംഗലം വിടലിൽ വീട്ടിൽ നമ്മുടെ നിരണത്ത് നമ്മൾ എത്തിയപ്പോൾ നമുക്ക് ഈ ഒരു കുമ്പളപ്പം സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമകൾ ആൻറ്റിക്ക് നമ്മുടെ ഹെറിറ്റേജ് ബൈറ്റ്സിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ദൂരദർശൻ പ്രേക്ഷകരുടെ നേരുകയാണ്. ദ ഹെറിറ്റേജ് ബൈറ്റ്സിൽ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു അധ്യായത്തിൽ കണ്ടുവിട്ട അതുവരേക്കും നന്ദി, നമസ്കാരം.